കമ്പാനിയൻ എന്ന് പറഞ്ഞ പുതിയൊരു പടം വന്നിട്ടുണ്ട്. ഈ പടം ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണെന്ന് വെച്ചോ. ഇതല്ലാതെ ഇതിൻ്റെ ജോണർ പ്രത്യേകിച്ച് എന്താണെന്ന് തപ്പാൻ പോകാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലോട്ട് എന്താണെന്ന് അറിയാതെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ എന്താണെന്ന് കാണാനോ നിൽക്കരുത്. വെറുതെ ഡയറക്റ്റായിട്ട് ഈ സിനിമ പോയി കണ്ടുപോകണം. എന്നാലാണ് സിനിമ രസം ഉണ്ടാവുള്ളൂ. കാരണം ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാൽ ഇതിലൊരു കുറേ ട്വിസ്റ്റുകളുണ്ട്. അത് നമുക്ക് റിവീലായ ആ ഒരു വൗ ഫാക്ടർ മിസ്സാവും. എങ്കിലും അത് അറിഞ്ഞാലും കാണാൻ പറ്റില്ല എന്നൊന്നുമില്ല. എന്നാലും ആ ഒരു ഫസ്റ്റ് കാണുമ്പോൾ ഉള്ള ആ ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ, അത് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നും അറിയാതെ കാണണം എന്ന് പറഞ്ഞത്. അങ്ങനെ കാണുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലോട്ട് ചർച്ച ചെയ്യുന്നൊരു മൂവിയാണ്. ആൻഡ് ഈ ഒരു പ്ലോട്ട് അതിൻ്റെ സിമിലാരിറ്റി കുറച്ച് പ്രൊഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സൊക്കെ സിനിമയിൽ ഉണ്ടെങ്കിലും ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു ത്രില്ലറാണത്. സിനിമ മെയിനായിട്ട് അല്ലെങ്കിൽ ഒരു വൺ ലൈനിൽ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കപ്പിൾസ് ഒരു ബീച്ച് സൈഡ് അല്ലെങ്കിൽ ഒരു ലേക്ക് സൈഡിലുള്ള ഒരു റിസോർട്ട് പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നു അവരുടെ ഫ്രണ്ട്സിനെ കാണാനായിട്ട്. ഒരു റീയൂണിയൻ പോലെ അവിടെ വെച്ച് എന്ത് നടക്കുന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞത്. ആൻഡ് അവിടെ വെച്ച് നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പ്രഡിക്റ്റബിൾ ആണെങ്കിലും ഇതിൽ ആ ഒരു എലമെൻ്റ് ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമ ത്രൂ ഔട്ട് കൊണ്ടുപോകും. ആൻഡ് ഇതേ പ്ലോട്ടിൽ ഇവർക്ക് വേണമെങ്കിൽ ഇതേ മോഡിൽ വേണമെങ്കിൽ ഇനിയും കുറേ പടങ്ങൾ ഇറക്കാം. ഇതൊരു ഫ്രാഞ്ചൈസൊക്കെ ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് ഇവരുടെ ഉള്ളത്. സോ നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്നൊരു പടമാണ്. ആൻഡ് ഇതിൽ സോഫി താച്ചറാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. കിഡിലൻ റോൾ എന്ന് പറഞ്ഞാൽ കിഡിലൻ പെർഫോമൻസ് ആണ് ഇതിൽ. ആൾ തന്നെ ഇതിന് മുമ്പ് ഹെർട്ടിക് എന്നൊരു പടം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് നമ്മുടെ യെല്ലോ ജാക്കറ്റ്സിലൊക്കെ ഉണ്ട്. സോ ഇതിലാണ് കുറച്ചും ഹെർട്ടിക്കിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പടത്തിലാണെന്ന് പറയാം. ആൾ മാത്രമല്ല, നമ്മുടെ ബോയ്സിലൊക്കെ കാണുന്ന മറ്റേ ചങ്ങായി അങ്ങനത്തെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമല്ല ഒരു ചെറിയ പ്രിമൈസിൽ ഒരു ചെറിയ ഏരിയയിൽ നടക്കുന്നു ഒരു ലേക്ക് സൈഡ് ഫോറസ്റ്റിനിടയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഒരു വൺ നൈറ്റ് എന്നല്ല, ഒരു കുറച്ച് മണിക്കൂറുകൾ സമയത്തിലേക്ക് മാത്രം നടക്കുന്ന ഒരു ഇവൻ്റാണ് ഈ സിനിമയിൽ കാണിച്ചത്. പക്ഷെ അതിന് നല്ല എൻഗേജിംഗ് ആയിട്ട് കാണിച്ചു പോകുന്ന ഒരു നല്ല ത്രില്ലറാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും അറിയാതെ കാണണം. അതുകൊണ്ടാണ് ഞാൻ ഡെപ്തായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. ഇതിൻ്റെ പ്ലോട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള എലിമെൻസിനെ പറ്റിയോ ഒരു ഇൻട്രസ്റ്റിംഗ് വാച്ച് തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടുപോക്കുക. സിനിമ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. ഓൾറെഡി തിയേറ്ററിൽ ഇറങ്ങിയ പടമാണ്. ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. സോ ഓൾറെഡി ഈ സിനിമകൾ കണ്ടവരാണെങ്കിൽ സിനിമ പറ്റിയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.